വലതുകരം ഉയർത്തി പറയാവോ ഹല്ലേലൂയ. ഇടതുകരം ഉയർത്തി പറയാവോ ഹല്ലേലൂയ. ഈശോയെ നോക്കി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് സെബസ്ത്യാനോസ് പുണ്യവാളന്റെ തിരുനാളാണ്. ജനുവരി മാസം 20-ാം തീയതി സെബസ്ത്യാനോസ് പുണ്യവാളന്റെ തിരുനാളാണ്. കേരളത്തിൽ എവിടെ തിരുനാൾ അവതരിപ്പിച്ചാലും ഈ പുള്ളിക്കാരന്മാർ അമ്പും പൊക്കി പിടിച്ചുകൊണ്ട് അമ്പ് തിരുനാളാണ് എല്ലായിടത്തും. എല്ലാ തിരുനാളിൻ്റെ ഇടയ്ക്കും അമ്പ് പെരുന്നാളുണ്ടാകും. അതുപോലെ കഴുന്നെടുപ്പ്, പ്രദക്ഷിണം. കഴുന്നെടുക്കാൻ പോകുമ്പോൾ എന്താ കയ്യിലുണ്ടാവും? സ്വാഭാവികം അമ്പ്. എങ്ങനെയാ സെബസ്ത്യാനോസ് പുണ്യവാളൻ മരിച്ചത്? അമ്പ് കൊത്തിയോ, വെടിവെച്ചോ, ബോംബ് പൊട്ടിയോ? അതാണ് കഥ. വടികൊണ്ട് അടിച്ചു വധിച്ചു എന്നാണ്, വധിക്കപ്പെട്ടു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ. ഇതാണ് പ്രത്യേകത. ആദ്യം ഈ അമ്പിന്റെ പ്രത്യേകത ഇതാണ്. അമ്പ് കൊണ്ട് ഇദ്ദേഹത്തെ വധിച്ചു. അമ്പ് കൊണ്ട് വധിച്ചു എന്ന് കരുതി ഇദ്ദേഹത്തിന്റെ ശരീരം ഒരു അഴുക്ക് ചാലിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്നും ഐറിൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വിധവ തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് പോയി ഈ ശരീരം തിരികെ സ്വന്തമാക്കി ലേപനങ്ങളെല്ലാം വെച്ച് സുഖപ്പെടുത്തി. ബോധം വന്നപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ചത്തില്ലേ? ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലഘട്ടമാണ്. ഞാൻ മരിച്ചില്ലേ? വീണ്ടും ഇറങ്ങിച്ചെന്ന് വഴിവക്കത്ത് നിന്ന് ഡയക്ലീഷ്യൻ ചക്രവർത്തിയോട് വീണ്ടും പറഞ്ഞു, ഞാൻ മരിച്ചില്ലടാ. അധികം താമസിയാതെ വീണ്ടും വധിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് രക്തസാക്ഷികളുടെ ചോരത്തിളപ്പ് എന്ന് പറയുന്നത്. ആ ചോരത്തിളപ്പിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താ? സ്നേഹം. ഈശോയോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. വളരെ പ്രധാനപ്പെട്ട വചനമാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 12-ാം തിരുവചനം. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ പിൻവാങ്ങി. പേടിയായോ? യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ പിൻവാങ്ങി. പേടിയായോ, ഭയപ്പെട്ടിട്ടാണോ എന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഈ വചനത്തിന്റെ 2-ാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം, കൂരിരുട്ടിന്റെ ദേശത്ത് വധിച്ചിരുന്നവരുടെ മേൽ വലിയൊരു ദീപ്തി ഉദയം ചെയ്തു. ചില സമയത്ത് പിൻവാങ്ങലുകൾ പ്രധാനപ്പെട്ടതാണ്. പുറകോട്ട് പിൻവാങ്ങണം. ഈ പിൻവാങ്ങലിന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും. എന്താ അത്? റിട്രീറ്റ്. പറഞ്ഞേ വാക്ക് പറഞ്ഞേ. റിട്രീറ്റ്. അതിന്റെ മലയാളം വാക്ക് ധ്യാനം. ഏകദിന ധ്യാനം. അപ്പോൾ ധ്യാനിക്കണം മക്കളെ എന്നാണ് പിൻവാങ്ങുന്ന ഈശോ പറയുന്നത്. ചില സമയത്ത് പിൻവാങ്ങുന്നത്, റിട്രീറ്റ്, പിൻവാങ്ങുന്നത് നല്ലതാണ്. സെബസ്ത്യാനോസ് പുണ്യവാളൻ പിൻവാങ്ങിയിട്ടുണ്ട്. നല്ല ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. പക്ഷേ ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷേ രഹസ്യത്തിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാളത്തിൽ കയറിപ്പറ്റി. എന്തിനാ കയറിപ്പറ്റിയത്? പാവപ്പെട്ട പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. പിൻവാങ്ങി, വെളിപ്പെടുത്താതെ പുറകോട്ടേക്ക് പിൻവാങ്ങി. എന്തിനാ? വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പിൻവാങ്ങണം. മത്തായി സുവിശേഷം 4-ാം അധ്യായം പിൻവാങ്ങി എന്ന് വചനം പറയുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. എന്തിനാ പലായനം? ഈശോ നഷ്ടപ്പെടാതിരിക്കാൻ ആര് പലായനം ചെയ്തു? തിരുക്കുടുംബം പലായനം ചെയ്തു. അപ്പോൾ ഇന്ന് ഈശോ ഈ തിരുനാളിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് ചിലപ്പോഴൊക്കെ മക്കളെ പിൻവാങ്ങണം, പലായനം ചെയ്യണം എല്ലാത്തിൽ നിന്നും. അതിൽ വലിയ ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്ത് ഞാൻ ഇടപെടണമെന്ന് ഒരു നിർബന്ധമില്ല. ചില കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കണം, ചിലതിൽ നിന്നും പിൻവാങ്ങണം, ചില ഫോൺ നമ്പറുകൾ ഞാൻ ബ്ലോക്ക് ചെയ്യണം.
ഇതെല്ലാം ഇന്നത്തെ ഈ വചനം നമുക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരികയാണ്. എല്ലാത്തിലും ഞാൻ കയറി ഇടപെടണമെന്ന് ഒരാവശ്യം. ഐ എം നോട്ട് എ നെസസിറ്റി. ഞാൻ ഒരിടത്തും അത്യാവശ്യമുള്ളൊരു സാധനമല്ല. ഞാനില്ലെങ്കിലും ഇവിടെ ഇതെല്ലാം നന്നായിട്ട് നടക്കും. അച്ഛനിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാനിവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. ഒരു കുഴപ്പമുണ്ടാവത്തില്ല. അപ്പോൾ ഇവിടെ വിചാരിക്കണം, ഈ പാട്ടുകാരൻ ചേട്ടൻ വിചാരിക്കുകയാണ്, ഓ ഞാനുണ്ടെങ്കിൽ പാട്ട് നന്നാവുള്ളൂ. ഒന്നുമില്ല. അപ്പൊ കർത്താവ് പുതിയൊരു പാട്ടുകാരനെ കെട്ടിയിറക്കും. അതുപോലെ അച്ഛൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അച്ഛനില്ലെങ്കിൽ വേറൊരു അച്ഛനെ ഈശോ കെട്ടിയിറക്കും. കാരണം ഈശോ മാത്രമേ അത്യന്താപേക്ഷിതമായിട്ടുള്ളൂ. നമ്മളൊക്കെ ഇടയ്ക്ക് പിൻവാങ്ങണം, പലായനം ചെയ്യണം. മുൻപിൽ ആര് നിൽക്കണം? ഈശോ മാത്രം മതി. അപ്പോൾ ഈ ബോധ്യം സൂക്ഷിക്കാം. റോമാലേഖനം 8:35 വലതുകരം ചങ്കോട് ചേർത്ത് വെച്ച് ഈ വചനം എന്ന് പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപെടുത്തും? ആപത്തോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, വാളോ? എന്താ പ്രധാനം? ഈശോ മാത്രം. ഈശോയ്ക്ക് വേണ്ടി പുറകോട്ടേക്ക് നമുക്ക് പിൻവലിയാം. അപ്പോൾ ഈശോ അനുഗ്രഹിക്കട്ടെ. വലതുകരം ഉയർത്തി ഈ വചനം എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഈശോ മാത്രം മതി. ബോധ്യം നിറയട്ടെ. വെളിപാട് പുസ്തകം 1:8 ഏറ്റു പറയാം. ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. എല്ലാ വിശുദ്ധരെയും രക്തസാക്ഷികളെയും മുന്നോട്ടേക്ക് നയിച്ചത് ഈ ബോധ്യമാണ്. ഗീവർഗീസ് പുണ്യാളൻ എങ്ങനെയാണ് മരിച്ചത്? രക്തസാക്ഷിത്വം. സെബസ്ത്യാനോസ് പുണ്യാളൻ അടിയേറ്റ് മരിച്ചു. ഓരോ രക്തസാക്ഷികളും രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ അവർക്ക് മുന്നിലുള്ള ബോധ്യം ആദ്യവും അന്തവും ആര് മാത്രമാണ്? ഈശോ മാത്രമാണ്. ഹൃദയം സ്നേഹം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയം പൊട്ടിപ്പോവും. അത്രയും സ്നേഹം ഹൃദയത്തിൽ ഈശോയോട് നിറയണം. ഇതാണ് രക്തസാക്ഷികൾ നമുക്ക് കാട്ടിത്തരുന്ന മാതൃക. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് വിശുദ്ധന്റെ കഥ അറിയാവോ? ചങ്ക് പറിച്ചെടുത്തപ്പോൾ ആ ചങ്കിൻ്റെ അകത്ത് എഴുതി വെച്ചിരുന്നു ചുവന്ന ലിപിയിൽ ഈശോ. ഫിലിപ്പിനേരി പുണ്യാളന്റെ പ്രത്യേകത അറിയാവോ? അവസാനത്തെ 15 വർഷം വാരിയിൽ പൊട്ടി. കാരണം ഈശോ എന്ന ഹൃദയം മിടിക്കുമ്പോൾ പറയുന്നത് പൊട്ടി. അമ്മ തെരേസ്യ പുണ്യവതി ഹൃദയത്തിൽ ഒരു ദ്വാരമുണ്ട്, പൊത്ത്. മാലാക, സെറാഫിൻ മാലാക പറന്ന് വന്ന് കുത്തിയതാ. എൻ്റെ ഈശോയെ, ഇതൊന്നും മരിക്കില്ല, അവസാനിക്കില്ല. അമ്പ് പ്രത്യേകതയുള്ളതായി മാറി. അല്ലേ സെബസ്ത്യാനോസ് പുണ്യാളന്റെ അമ്പ് പ്രത്യേകത ഒരിക്കലും മറക്കുന്നില്ല. മനുഷ്യന്മാര് മുഴുവൻ കഷ്ടപ്പെട്ട് വേദനിക്കുമ്പോൾ കേരളത്തിലെ ചരിത്രത്തിൽ ഈ വിശുദ്ധന്റെ നേരെ കൈതേട്ട് വിശുദ്ധനെ, പുണ്യവാനെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരമ്പ് അത്ഭുതമായിട്ട് മാറി. കാരണം വിശുദ്ധിയിൽ ജീവിച്ചാൽ എല്ലാം പ്രധാനപ്പെട്ടതാണ്. ആ അമ്മച്ചി വിശുദ്ധിയിൽ ജീവിച്ച് മരിച്ചാൽ ആ കണ്ണാടി പോലും പ്രധാനപ്പെട്ടതാണ്. എല്ലാം പ്രധാനപ്പെട്ടതാകും. അച്ഛൻ്റെ ഒരു മുടി പോലും വിശുദ്ധിയിലാണെങ്കിൽ അതെന്താണ്? തിരുശേഷിപ്പായിട്ട് മാറും. അല്ലേ കുഞ്ഞപ്പൻ വാച്ച് തിരുശേഷിപ്പായി മാറും. വിശുദ്ധിയിൽ ജീവിച്ച് മരിച്ചാൽ എല്ലാം തിരുശേഷിപ്പാകും. അല്ലെങ്കിൽ എന്താ ഇത് പുഴു വന്ന് മുഴുവൻ കഴിച്ചിട്ട് മൊത്തം കഴിക്കും, പല്ല് പോലും തിന്നും. അപ്പോൾ രക്തസാക്ഷിത്വം വരിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും അവസാനം ഉണ്ടാവുകയില്ല. എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കാം. ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ തിരുനാൾ മംഗളം.